കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു മാറ്റത്തിന് വഴിമരുന്നിട്ടുകൊണ്ട് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ കോൺഗ്രസ് ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡൽഹിയിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്കൊടുവിൽ പാർട്ടി ഹൈക്കമാൻഡ് നിർണായക സമിതികളെ പ്രഖ്യാപിച്ചു. പ്രചരണ സമിതിയുടെയും പ്രകടന പത്രിക സമിതിയുടെയും രൂപീകരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മുതിർന്ന നേതാക്കളുടെയും യുവജന പ്രതിനിധികളുടെയും സന്തുലിതമായ മിശ്രിതമാണ് ഓരോ സമിതിയിലും കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ ഊർജം പകരുന്നതാണ് ഈ പ്രഖ്യാപനങ്ങൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ നട്ടെല്ലായി കണക്കാക്കപ്പെടുന്ന പ്രചരണ സമിതിയുടെ അമരത്തേക്ക് രമേശ് ചെന്നിത്തല എത്തുന്നതോടെ പാർട്ടിയുടെ പടയൊരുക്കം സജീവമായി. കഴിഞ്ഞ തവണ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വഹിച്ചിരുന്ന ഈ പദവിയിൽ ഇത്തവണ ചെന്നിത്തലയുടെ പരിചയ സമ്പത്ത് മുതൽക്കൂട്ടാകുമെന്ന് പാർട്ടി കരുതുന്നു. സമിതിയുടെ ഉപാധ്യക്ഷനായി ഡോക്ടർ ശശി തരൂർ MP നിയമിതനായതാണ് ഈ പ്രഖ്യാപനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏറെ നാളായി കേരളത്തിലെ പാർട്ടി നേതൃത്വവുമായി ചെറിയ തോതിലെങ്കിലും വിയോജിപ്പുകൾ നിലനിന്നിരുന്ന തരൂരിനെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നത് വഴി വിഭാഗീയതകൾക്ക് വിരാമമിടാൻ ഹൈക്കമാൻഡിന് സാധിച്ചിട്ടുണ്ട്. ശശി തരൂർ എന്ന ആഗോള പ്രതിച്ഛായുള്ള നേതാവിനെ പ്രചരണ സമിതിയുടെ ഉപാധ്യക്ഷനാക്കിയതിലൂടെ യുവജനങ്ങളുടെയും നഗരപ്രദേശങ്ങളിലെ വോട്ടർമാരുടെയും പിന്തുണ ഉറപ്പിക്കാമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. അടുത്തിടെ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചകൾ ശുഭകരമായിരുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. പ്രചരണ സമിതിയുടെ കൺവീനറായി ഷാഫി പറമ്പിൽ MP നിശ്ചയിച്ചത് യുവജനങ്ങളുടെ ആവേശം കണക്കിലെടുത്താണ്.